ഹായ് ബബ്ലൂസ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബ്ലൂസ് ഇപ്പൊ എവിടെയാണ് നമ്മള്? മൂന്നാറിൽ നിന്നും പോണം 10-28 കിലോമീറ്റർ. വട്ടവടയിലാണ് പോണം. വട്ടവട ഗ്രാമത്തിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അതിനു മുമ്പുള്ള ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഈ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. നമ്മള് അതിന്റെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്ക് മുമ്പ് തിരിച്ചു പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരാൻ പറ്റില്ല. അഥവാ വരാൻ പറ്റും, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നാളെ 6 മണി ഒരുപാട് മഡ് ഹൗസും ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. എന്നിട്ട് നമ്മളവിടെ മൊത്തം ചുറ്റി അടിച്ചൊന്ന് കറങ്ങാം അല്ലേ? അതെ, അടിപൊളി. പിന്നെ ഇതിന്റെ അകത്തോടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, വണ്ടിയൊന്നും നിർത്താനൊന്നും പാടില്ല. പിടിക്കാൻ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മള് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നാ ഭംഗിയാന്ന്. ഞങ്ങൾ ഒരു പ്രാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടാ. സ്റ്റേ ചെയ്തിട്ടില്ല, പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങളൊരു 3-4 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് അല്ലേ ബബ്ലൂസ്? നോക്കാന്നാണ് ബബ്ലൂസ് പറയുന്നത്. 2 ദിവസം. അന്നേരം നമുക്ക് അങ്ങോട്ട് പോയിട്ട് റൂട്ടില് അല്ല, റൂട്ടിലെ വിശേഷങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടാ. റൂട്ടിൽ കാണാം. എന്താണ് ഇതിൻ്റെ അകത്തോടെ പോകുമ്പോഴത്തേക്ക് വണ്ടി നിർത്താനൊന്നും പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ആ റൈഡേഴ്സ് പോകുന്നതാണ്ടാ. എപ്പോഴാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. ഇവിടുത്തുകാരെ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. കാരണം അവർക്ക് അഥവാ മൃഗങ്ങളൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവർ ഇവിടുത്തുകാരല്ലേ. ബബ്ലൂസേ, ഇത് ഇപ്പൊ ഇവിടുത്തെക്കാരാണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പുറത്തോട്ടൊന്നും ഇറങ്ങത്തൊന്നും ഇറങ്ങും. ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് രാത്രി ഒന്നും അങ്ങനെ ഇറങ്ങാൻ പെർമിഷൻ ഒന്നും ഇല്ല ഈ ഭാഗത്തേക്കൊക്കെ പോകാന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല കേട്ടോ, അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറ. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട്. ഇത് കണ്ട, അയ്യോ ഇതെന്താ സ്വർഗോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇറങ്ങി നിക്കാനാ തോന്നുന്നത്. പക്ഷെ ഇറങ്ങി നിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ നമ്മള് സ്ലോയിൽ ആസ്വദിച്ച് പോകാനേ പറ്റുന്നത് കേട്ടാ. എന്തായാലും അടിപൊളിയാണ്. അയ്യോ, നിങ്ങളത് കണ്ടു നോക്കിയേ. എങ്ങനെയുണ്ടോ പൊളിയല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കാണുമ്പോ നിങ്ങൾക്കും തോന്നാം ഇവിടെ വരണമെന്ന് അല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ വരണം കേട്ടാ. ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ പോയി. നമ്മള് കേരളത്തിലുള്ളവരാണെങ്കിൽ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വട്ടവട. കാരണം അത്രക്ക് പ്രകൃതി ഭംഗിയല്ലേ അല്ലേ? പക്ഷെ ഇപ്പൊ മഴയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വരണ്ട കേട്ടാ. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് വെറുതെ ആയിപ്പോകും. കാരണം പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയിട്ടൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വരിക. കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ബൈക്കിൽ വന്നാൽ അത്ര അടിപൊളി. ആരാണേലും ബൈക്കിൽ വരുന്ന അത്ര ഇവിടുത്തെ പറ്റുന്നത് പ്രത്യേക ഒരു ഫീലാണ്. ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാൻ. അതെല്ലാം ഒരു പ്രത്യേകത ഉണ്ട് അറിയാം പ്ലസ്. ഇവിടെ ഒന്നും ഈ നമ്മളെ ടൗണിലുള്ള പോലെ വലിയ തിരക്കൊന്നും ഇല്ല. നമ്മള് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ യാത്ര ചെയ്യാം. മുക്കാലി മരങ്ങളൊക്കെ കണ്ടില്ലേ? അയ്യോ, ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് കേട്ടോ. അതിൻ്റെ അകത്തോടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഫീലാണല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആസ്വദിച്ച് തന്നെ അറിയുക. ഇതെന്താ, ഇത് കാടാണ്. അപ്പം ഇവിടെ കൃഷി ചെയ്യുന്നതിന് തട്ടുകെട്ടായിട്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചൂക്കാലി മരങ്ങളാണ് കേട്ടാ. ഇത് കണ്ടില്ലേ? അപ്പൊ നമ്മൾ അവർക്ക് ചൂക്കാലി എടുക്കാൻ മാത്രമായിരിക്കും ഈ മരങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഫർണിച്ചർ പണിയാനാണ് കേട്ടോ. പിന്നെ ഇതിന്റെ വിറകുകളും ഇവിടെ എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കര നീളമുള്ള ഇതിന്റെ വിറകുകളാണ് കേട്ടാ. ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ പോകും. ഇത് തനിയെ കിളുത്തിയൊന്നുമല്ല, ഇത് ഇവര് ഇങ്ങനെ വെക്കുന്നതാണ്. ഞാൻ ആദ്യം ഓർത്ത് തനിയെ കിളുത്തി ഇങ്ങനെ വരുന്നതാണ്. പിന്നെ അറിഞ്ഞത് ഇതിന്റെ തോട്ടങ്ങളാണ്, ഇത് കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ ഇത് വെട്ടിയിട്ട് ഇപ്പൊ വെട്ടാൻ പാടില്ലെന്നാണ് പുതിയ നിയമം. പണ്ടൊക്കെ എല്ലാരും വെട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കടന്ന് ദേ ഇവിടെ എത്തി കേട്ടാ.
അയ്യോ, ഇവിടെയൊക്കെയാണ് കൃഷികൾ കൂടുതലും കേട്ടോ. ആ, നേരത്തെ വന്ന അത്രയും ഭാഗങ്ങൾ ഫുള്ള് കാടായിരുന്നു. ഈ വട്ടവട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു പ്രദേശമാണ്. ഒരു വർഷം ഫുള്ള് തണുപ്പ് തന്നെയാണ് കേട്ടോ. മൂന്നാറിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവടയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടം തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ നേരെ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടാൽ മതി. പിന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും പിന്നെ നമുക്കത് കാണാൻ വാങ്ങിച്ചോണ്ട് പോകാം, ആസ്വദിക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കേട്ടോ. എല്ലാ കൃഷിയും ഏറ്റവും താഴത്തെ തട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കേറി കാണാം, കൃഷികളൊക്കെ നമുക്ക് കേറി കാണാം അല്ലെ, കാണുകയും ചെയ്യാം, വാങ്ങിക്കുകയും ചെയ്യാം. കൂടാതെ ഒരുപാട് ഇത് കണ്ടില്ലേ, പിന്നെ ഇത് മഡ് ഹൗസ് ഉണ്ട്, റിസോർട്ടുകളുണ്ട്, പിന്നെ നമ്മുടെ ചെങ്കല്ല് വെച്ച വീടുകളുണ്ട്. 5 സ്റ്റാർ ഉണ്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. കാടിന്റെ ഉള്ളില് നമ്മള് മഡ് ഹൗസിലും ചെങ്കല്ല് വെച്ചുള്ള വീട്ടിലൊക്കെ താമസിക്കുന്നത് നല്ലത്. പിന്നെ പക്ഷേ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും, വരാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. കൂടാതെ ഫുഡൊക്കെ കഴിയുമ്പോൾ നോക്കി 2-3-4 കടയേ ഉള്ളൂ. അപ്പം മലയാളിയുടെ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോ കാര്യമുണ്ട് അറിയാമോ, നമുക്ക് പിന്നെ ഇവിടുന്ന് മൂന്നാറിന്ന് നമുക്ക് ഇങ്ങോട്ട് ബസ്സുണ്ട്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇതുപോലെ ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പം ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ അതെ, എങ്ങനെ വേണേലും വരാം. ചില വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടാ. പിന്നെ നല്ല ഫുഡ് കിട്ടുന്ന അപൂർവം കടയൊക്കെ ഉള്ളു. അപ്പൊ നോക്കി നമ്മൾ കഴിക്കുക. എന്തായാലും അടിപൊളിയാണ് കേട്ടാ. ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഇതുപോലൊക്കെ ഒരു കടകളും ഇതൊക്കെ വന്നത് വെക്കുക. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി ഇവരുടെ ആ ഒരു ജീവിത രീതി എങ്ങനെയായിരിക്കും മുമ്പൊക്കെ അല്ലെ. എല്ലാരും കൃഷിയാ, പണ്ട് പോലെ കൃഷിയാ. ഗ്രാമം. ഇത് ഫുള്ള് ഗ്രാമമാണ്. അപ്പൊ എന്തായാലും ഇവരുടെ ഉപജീവന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ് കേട്ടാ. ഇത് കണ്ടില്ലേ, ഇപ്പോഴാണ് ടൂറിസം കുറച്ച് നാളെ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയത്. കൂടാതെ ഇത് കണ്ടില്ലേ, ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്, ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് മാത്രല്ല എന്തെല്ലാം കാഴ്ചകളാന്നറിയാവോ, വ്യൂ പോയിന്റും അവര് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആസ്വദിക്കുക കേട്ടാ. എന്തായാലും കേറാതൊന്നും പോകരുത്, കാണാനും മാത്രം ഉണ്ട്. ഇത് കണ്ട, ഈ വട്ടവടയുടെ ഓരോ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഓരോ രീതിയിലുള്ള അനുഭൂതി. അത് ഓരോ നേരത്തെ വന്നപ്പോ കാട്ടിക്കൂടല്ലേ, അപ്പൊ ആ ഒരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പറയുമ്പോ ഒരു ഗ്രാമത്തിന്റെ ഫീലാണ് കണ്ട. അപ്പൊ ഇനി ഉള്ളിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും കേട്ടോ. അപ്പോഴാണെങ്കിൽ അടിപൊളിയാണ്. അതിന്റെ ഇടയിലൊക്കെ പോയി താമസിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടാ. നമുക്ക് ഇവിടെ ഇതിലേ ഇങ്ങനെ വരുമ്പം ഇടത് സൈഡിൽ നിന്നിട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. പണ്ടൊന്നും അധികം ആർക്കും അറിയാത്ത ഒരു സ്പോട്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോ അതിൻ്റെതായ വികസനമൊക്കെ വരാൻ തുടങ്ങി. എന്തായാലും ഇവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ്. ഒരു ഗവൺമെന്റിന്റെ ഒരു ഡിസ്പെൻസറി പോലത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. 4 മണി വരെ പ്രവർത്തിക്കത്തുള്ളൂ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ്. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഹോസ്പിറ്റലാണ് അല്ലെ. പലരും വരുന്നതാണ്. അപ്പൊ ഗവൺമെന്റ് എത്രയും വേഗം ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരും പറഞ്ഞിട്ടുള്ളതും നമ്മുടെ ഈ ഒരു അഭ്യർത്ഥനയാണ് കേട്ടാ. അല്ലെങ്കിൽ കാരണം പിന്നെ ടൂറിസ്റ്റ് ഒക്കെ വരുന്നല്ലേ, പല രീതിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. ചെയ്തു കൊടുത്താൽ മാത്രമേ വീണ്ടും അത് ഒന്നുകൂടെ വികസിച്ച് നല്ല ഒരു ഇതിലെത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും ഇവിടെയുള്ള ജനങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടാ. വേറൊരു കാര്യമുള്ള അറിയാവോ, ഇവിടെ പിന്നെ കള്ളന്മാരില്ല. ഇവിടെ പോലീസിനെ അങ്ങനെ ഒന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നുവാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സ്ഥലം അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഇനി എവിടെയെങ്കിലും നമ്മള് ടെന്റ് ഹൗസാ മഡ് ഹൗസാ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.